ഫിസിക്സിൻ്റെ 9ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരവും അതിൻ്റെ SI യൂണിറ്റും ഏതാണ്? തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരവും അതിൻ്റെ SI യൂണിറ്റും ഏതാണ്? ശരിയായ ഉത്തരം ലാംഡ മീറ്റർ. തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരം ലാംഡ. ലാംഡ ഇങ്ങനെയാണ് എഴുതുക, വൈ തിരിച്ചിട്ട പോലത്തെ ഒരു അക്ഷരമാണ് ലാംഡ. അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ. തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരം ലാംഡ, അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ. തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരം ലാംഡ, തരംഗദൈർഘ്യത്തിൻ്റെ ഗ്രീക്ക് അക്ഷരം ലാംഡ, അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ. ലാംഡ എന്നാൽ വൈ തിരിച്ചിട്ട പോലത്തെ ഒരു അക്ഷരമാണ്, ഒന്ന് നോക്കി മനസ്സിലാക്കുക. തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരം ലാംഡ, അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. തരംഗദൈർഘ്യത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ. തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരം ലാംഡ. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ്, HZ ആണ്. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ്, HZ ആണ്. 1 ഹേർട്സ് = 1 കമ്പനം ഓർ സെക്കൻഡ്. 1 ഹേർട്സ് = 1 കമ്പനം ഓർ സെക്കൻഡ്. ഇതിനെ സൂചിപ്പിക്കാൻ വിയുടെ ചെരിച്ച സ്മോൾ അക്ഷരമാണ് അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, ഗ്രീക്ക് അക്ഷരം. ഇതിനെ സൂചിപ്പിക്കാൻ വിയുടെ ചെരിഞ്ഞ ഒരു അക്ഷരം ആണ് ഉപയോഗിക്കുന്നത് ഗ്രീക്ക് അക്ഷരത്തിൽ. അതിൻ്റെ പേര് ന്യൂ എന്നാണ്. ഇതിനെ സൂചിപ്പിക്കാൻ ന്യൂ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കാറുണ്ട്. ഇതിനെ സൂചിപ്പിക്കാൻ ന്യൂ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കാറുണ്ട്. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ് ആണ്, HZ. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ് ആണ്. 1 ഹേർട്സ് = 1 കമ്പനം ഓർ സെക്കൻഡ് ആണ്. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ്, HZ ആണ്. 1 ഹേർട്സ് = 1 കമ്പനം ഓർ സെക്കൻഡ് ആണ്. ഇതിനെ സൂചിപ്പിക്കാൻ ന്യൂ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കാറുണ്ട്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അറിയപ്പെടുന്നത് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹേർട്സ് ആണ്. 1 ഹേർട്സ് 1 കമ്പനം ഒരു സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. ഇതിനെ സൂചിപ്പിക്കാൻ വിയുടെ ചെരിച്ചെഴുതിയ സ്മോൾ അക്ഷരം ന്യൂ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കാറുണ്ട്. സ്ഥിരവേഗത്തിലുള്ള ഒരു തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി, തരംഗത്തിൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന്, വേവ് ലെങ്ത്തിന് എന്ത് സംഭവിക്കുന്നു? സ്ഥിരവേഗത്തിലുള്ള ഒരു തരംഗത്തിൻ്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? ശരിയായ ഉത്തരം കുറയുന്നു. സ്ഥിരവേഗത്തിലുള്ള ഒരു തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? തരംഗദൈർഘ്യം കുറയുന്നു. സ്ഥിരവേഗത്തിലുള്ള ഒരു തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. സ്ഥിരവേഗത്തിലുള്ള ഒരു തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. തരംഗ സമവാക്യപ്രകാരം പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയും തരംഗദൈർഘ്യവും വിപരീതാനുപാതത്തിലാണ്. അതായത് പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യം വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് ഓർമ്മിക്കുക. പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീത അനുപാതത്തിലാണ്. ഓർമ്മിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീത അനുപാതത്തിലാണ്. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. തരംഗ സമവാക്യപ്രകാരം പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീതാനുപാതത്തിലാണ്. പ്രവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീതാനുപാതത്തിലാണ്. സ്ഥിരവേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളിൽ ആവൃത്തി തരംഗദൈർഘ്യം തമ്മിലുള്ള ബന്ധം എന്ത്? സ്ഥിരവേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളിൽ ആവൃത്തി തരംഗദൈർഘ്യം തമ്മിലുള്ള ബന്ധം എന്ത്? വിപരീതാനുപാതം. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. സ്ഥിരവേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളിൽ ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം. സ്ഥിരവേഗത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളിൽ ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീത അനുപാതത്തിലായിരിക്കും. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത്. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് വേഗം. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. വേഗം, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് വേഗം.
നേരത്തെ നമ്മൾ പഠിച്ചത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. നേരത്തെ പഠിച്ചത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഇവിടെ ചോദിക്കുന്നത് ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം, രണ്ടും മാറിപ്പോകരുത്. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം വേഗം, ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം വേഗം, വെലോസിറ്റി സ്പീഡ്, വേഗം അല്ലെങ്കിൽ വെലോസിറ്റി സ്പീഡ് ഓർമ്മിക്കുക. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം. വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് ഓർമ്മിക്കുക. വേഗത്തിൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് ഓർമ്മിക്കുക. വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് ഓർമ്മിക്കുക. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെ വിളിക്കുന്നതും അതിൻ്റെ സമവാക്യവും ഏത്? ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെ വിളിക്കുന്നതും അതിൻ്റെ സമവാക്യം ഏത്? ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം വേഗമാണ്. സമവാക്യം v = f ലാംഡയാണ്. സമവാക്യം v = f ലാംഡ. v = f ലാംഡയാണ്. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം വേഗം. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരം വേഗം. സമവാക്യം v = f ലാംഡ. v = f ലാംഡയാണ്. f മീൻസ് ഫ്രീക്വൻസി, ആവൃത്തി, ലാംഡ തരംഗദൈർഘ്യം. വേഗത്തിൻ്റെ പ്രതീകം v അല്ലെങ്കിൽ വെലോസിറ്റിയും SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡുമാണ് അടിസ്ഥാന തരംഗ സമവാക്യം. വേഗത്തിൻ്റെ പ്രതീകം vയും SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും ആണ് അടിസ്ഥാനമായ തരംഗ സമവാക്യം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഏവ? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശ എന്നാൽ ഊർജം, തരംഗം ഇവ സഞ്ചരിക്കുന്ന ദിശ. ഊർജം, തരംഗം ഇവ സഞ്ചരിക്കുന്ന ദിശയാണ് പ്രേഷണ ദിശ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഏവ? ശരിയായ ഉത്തരം അനുദൈർഘ്യ തരംഗങ്ങൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അനുദൈർഘ്യ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ ഏവ? അനുദൈർഘ്യ തരംഗങ്ങൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അനുദൈർഘ്യ തരംഗങ്ങളിൽ മർദ്ദനങ്ങൾ, കംപ്രഷൻസ്, വിരളനവും റയർ ഫാക്ഷൻസ് ആയാണ് തരംഗം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം ശബ്ദ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങളിൽ മർദ്ദനങ്ങൾ അല്ലെങ്കിൽ കംപ്രഷൻസ്, വിരളനവും റയർ ഫാക്ഷൻസ് ആയാണ് മുന്നോട്ട് പോകുന്നത്. അനുദൈർഘ്യ തരംഗങ്ങളിൽ മർദ്ദനങ്ങളും വിരളനങ്ങളും ആയാണ് തരംഗം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം ശബ്ദ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങളിൽ മർദ്ദനങ്ങളും വിരളനങ്ങളും ആയാണ് തരംഗം മുന്നോട്ട് പോകുന്നത്. അതായത് കണികകൾ അടുത്തടുത്ത് വരുന്നതാണ് മർദ്ദനങ്ങൾ. വിരളനങ്ങൾ എന്ന് പറഞ്ഞാൽ കണികകൾ അകന്നകന്നു പോകുന്നതാണ്. മർദ്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ കണികകൾ അടുത്തടുത്ത് കംപ്രസ് ആയിട്ട് വരുന്നത്. വിരളനം എന്ന് പറഞ്ഞാൽ കണികൾ അകന്നകന്നു പോകുന്നതാണ്. ഉദാഹരണം ശബ്ദ തരംഗങ്ങൾ. ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളിൽ പ്രാഥമിക തരംഗങ്ങൾ P വേവ്സ് ഏതു വിഭാഗത്തിൽ പെടുന്നു? ഭൂകമ്പവുമായി ബന്ധപ്പെട്ട സീസ്മിക് തരംഗങ്ങളിൽ പ്രാഥമിക തരംഗങ്ങൾ പ്രൈമറി വേവ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ശരിയായ ഉത്തരം അനുദൈർഘ്യ തരംഗം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളിൽ പ്രാഥമിക തരംഗങ്ങൾ പ്രൈമറി വേവ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നു? അനുദൈർഘ്യ തരംഗങ്ങൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സീസ്മിക് തരംഗങ്ങളിൽ P തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് അനുദൈർഘ്യവും S തരംഗങ്ങൾ അനുപ്രസ്ഥവുമാണ്. സെക്കൻഡറി വേവ്സ് അനുപ്രസ്ഥവുമാണ്. സീസ്മിക് തരംഗങ്ങളിൽ P തരംഗങ്ങൾ അനുദൈർഘ്യവും S തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ് അനുപ്രസ്ഥവുമാണെന്ന് ഓർമ്മിക്കുക. ശബ്ദം പോലെ തന്നെ പ്രൈമറി വേവ്സിന് ഖരം, വാതകം, ദ്രാവകം എന്നീ 3 മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏത്? മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും കംപ്രഷൻ, നീചമർദ്ദ മേഖലകളും സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന തരംഗങ്ങളേവ? മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകൾ അതായത് കംപ്രസ് ആവുന്ന കണികകൾ അടുത്തടുത്ത് വരുന്ന അവസ്ഥ, നീചമർദ്ദ മേഖലകൾ റയർ ഫാക്ഷൻ അതായത് കണികകൾ അകന്നു പോകുന്ന അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏവ? ശരിയായ ഉത്തരം അനുദൈർഘ്യ തരംഗങ്ങൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും കംപ്രഷൻ, നീചമർദ്ദ മേഖലകളും സൃഷ്ടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഏവ? അനുദൈർഘ്യ തരംഗങ്ങൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്.
ഒരു പൂർണ്ണ തരംഗത്തിൽ ഒരു കംപ്രഷനും ഒരു റാർഫാക്ഷനും ഉൾപ്പെടും. ഒരു പൂർണ്ണ തരംഗത്തിൽ ഒരു കംപ്രഷനും ഒരു റാർഫാക്ഷനും ഉൾപ്പെടും. ശബ്ദം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്നത്. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്നത്. ശരിയുത്തരം വൈദ്യുത കാന്തിക സ്പെക്ട്രം. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്നത് വൈദ്യുത കാന്തിക സ്പെക്ട്രം. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്നത് വൈദ്യുത കാന്തിക സ്പെക്ട്രം ആണെന്ന് ഓർമ്മിക്കുക. താഴെ പറയുന്നവയിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ 7 പ്രധാന വികിരണങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? താഴെ പറയുന്നവയിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ 7 പ്രധാന വികിരണങ്ങളുടെ ശരിയായ ക്രമം തരംഗദൈർഘ്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. തരംഗദൈർഘ്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ഏതാണ്? താഴെ പറയുന്നവയിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ 7 പ്രധാന വികിരണങ്ങളുടെ ശരിയായ ക്രമം തരംഗദൈർഘ്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ഏതാണ്? തരംഗദൈർഘ്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ് നമ്മൾ പറയുന്നത് റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ കിരണം. റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ കിരണം. റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ കിരണം. റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ കിരണം. താഴെ പറയുന്നവയിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ 7 പ്രധാന വികിരണങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? ശരിയായ ഉത്തരം റേഡിയോ തരംഗങ്ങൾ, മൈക്രോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ കിരണം. തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ, ഏറ്റവും കൂടിയത് റേഡിയോ തരംഗങ്ങളാണ്. തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ തരംഗങ്ങളാണ്. ഏറ്റവും കുറഞ്ഞത് പക്ഷേ ഊർജ്ജം കൂടിയത് ഗാമ. തരംഗദൈർഘ്യം കുറഞ്ഞത് പക്ഷേ ഊർജ്ജം കൂടിയത് ഗാമാ കിരണമാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് റേഡിയോ തരംഗങ്ങളാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് റേഡിയോ തരംഗങ്ങളാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ ഊർജ്ജം കൂടിയത് ഗാമാ കിരണങ്ങൾക്കാണെന്ന് ഓർമ്മിക്കുക. ആവൃത്തി ഇതിൻ്റെ നേരെ വിപരീതമാണ്. ആവൃത്തിയാണ് ചോദിക്കുന്നതെങ്കിൽ ഗാമാ കിരണം, എക്സ്റേ, അൾട്രാവയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോ തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ എന്നിങ്ങനെ തിരിച്ചാണ് വരിക. ആവൃത്തി ഇതിൻ്റെ നേരെ വിപരീതമാണ്. തരംഗദൈർഘ്യമാണ് ഇവിടെ പഠിച്ചത്. അതിൽ ഏറ്റവും കൂടിയത് റേഡിയോ തരംഗങ്ങളാണ്, ഏറ്റവും കുറഞ്ഞത് ഗാമാ കിരണമാണ്. ആവൃത്തി ഇതിൻ്റെ നേരെ വിപരീതമാണെന്ന് ഓർമ്മിക്കുക. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ തരംഗദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതും ആവൃത്തി കുറഞ്ഞതുമായ തരംഗങ്ങൾ ഏതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ തരംഗദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതും ആവൃത്തി കുറഞ്ഞതുമായ തരംഗങ്ങൾ ഏതാണ്? ശരിയായ ഉത്തരം റേഡിയോ തരംഗങ്ങൾ. ഊർജ്ജം കുറഞ്ഞതും ആവൃത്തി കുറഞ്ഞതുമായ തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ. എന്നാൽ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ തരംഗദൈർഘ്യം കൂടിയതാണ് റേഡിയോ തരംഗങ്ങൾ. തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ തരംഗങ്ങൾ. ഊർജ്ജം കുറഞ്ഞതും ആവൃത്തി കുറഞ്ഞതുമായ തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ റേഡിയോ തരംഗങ്ങളാണ് ഉത്തരം. ഊർജ്ജം കുറഞ്ഞതും ആവൃത്തി കുറഞ്ഞതുമായ തരംഗങ്ങൾ റേഡിയോ തരംഗങ്ങളാണെന്ന് ഓർമ്മിക്കുക. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം 10 ക്യൂബിക് മീറ്റർ കൂടുതൽ. ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം എന്നാൽ 10 ക്യൂബിക് മീറ്ററിൽ കൂടുതൽ എന്നാണ് അർത്ഥം. ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം എന്നാൽ 10 ക്യൂബിക് മീറ്റർ കൂടുതൽ ആണെന്ന് അർത്ഥം ഉള്ളത് റേഡിയോ തരംഗങ്ങൾക്കാണ്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടിയ തരംഗദൈർഘ്യം 10 ക്യൂബിക് മീറ്ററിൽ കൂടുതൽ ഉള്ളത് റേഡിയോ തരംഗങ്ങൾക്കാണ് എന്ന് ഓർമ്മിക്കുക. റേഡിയോ TV പ്രേഷണത്തിനായി ഉപയോഗിക്കുന്ന തരംഗം ഏത്? റേഡിയോ TV പ്രേഷണത്തിനായി ഉപയോഗിക്കുന്ന തരംഗം ഏത്? റേഡിയോ തരംഗം. റേഡിയോ TV പ്രേഷണത്തിനായി ഉപയോഗിക്കുന്ന തരംഗം റേഡിയോ തരംഗം. റേഡിയോ TV പ്രേഷണത്തിനായി ഉപയോഗിക്കുന്ന തരംഗം റേഡിയോ തരംഗം. തരംഗദൈർഘ്യം കൂടുതലായതിനാൽ പ്രതിബന്ധത്തെ ചുറ്റി സഞ്ചരിക്കാനും ദൂരേക്ക് പ്രക്ഷേപണം ചെയ്യാനും റേഡിയോ തരംഗങ്ങൾക്ക് കഴിയും. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആണ് JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസ്. 1895 കൊൽക്കത്തയിൽ വെച്ച് JC ബോസ് 3 മൈൽ ദൂരത്തേക്ക് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് റേഡിയോ സിഗ്നൽ പ്രക്ഷേപണം നടത്തി. ഇത് മാർക്കോണിയുടെ കണ്ടുപിടുത്തത്തിന് 2 വർഷം മുമ്പായിരുന്നു. 1895 കൊൽക്കത്തയിൽ വെച്ച് JC ബോസ് 3 മൈൽ ദൂരത്തേക്ക് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് റേഡിയോ സിഗ്നൽ പ്രക്ഷേപണം നടത്തി. ഇത് മാർക്കോണിയുടെ കണ്ടുപിടുത്തത്തിന് 2 വർഷം മുന്നേ ആയിരുന്നു. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസ്.
റേഡിയോ പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ശരിയായ ഉത്തരം ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, വെരി ഹൈ ഫ്രീക്വൻസി, VHF. റേഡിയോ പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസി. റേഡിയോ പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ. FM റേഡിയോ പ്രക്ഷേപണത്തിന് 88 MHz മുതൽ 108 MHz വരെയുള്ള VHF ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. ഓർമ്മിക്കുക, FM റേഡിയോ പ്രക്ഷേപണത്തിന് 88 MHz മുതൽ 108 MHz വരെയുള്ള VHF വെരി ഹൈ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. റേഡിയോ പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, വെരി ഹൈ ഫ്രീക്വൻസി. FM റേഡിയോ പ്രക്ഷേപണത്തിന് 88 MHz മുതൽ 108 MHz വരെയുള്ള വെരി ഹൈ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. FM റേഡിയോ പ്രക്ഷേപണത്തിന് 88 MHz മുതൽ 108 MHz വരെയുള്ള വെരി ഹൈ ഫ്രീക്വൻസി ബാൻഡാണ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, UHF, അൾട്രാ ഹൈ ഫ്രീക്വൻസി. അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ് ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, അൾട്രാ ഹൈ ഫ്രീക്വൻസി. റേഡിയോ പ്രക്ഷേപണത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങൾ, ഉയർന്ന ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് വെരി ഹൈ ഫ്രീക്വൻസി. ടെലിവിഷൻ സംപ്രേഷണത്തിന് വളരെ ഉയർന്നയാണ്, വളരെ ഉയർന്ന, അതായത് അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ്. TV പ്രക്ഷേപണത്തിന് 300 MHz മുതൽ 3 GHz വരെയുള്ള UHF ബാൻഡാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. TV പ്രക്ഷേപണത്തിന് 300 MHz മുതൽ 3 GHz വരെയുള്ള UHF ബ്രാൻഡാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. TV പ്രക്ഷേപണത്തിന് 300 MHz മുതൽ 3 GHz വരെയുള്ള UHF ബാൻഡാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്ന് ഓർമ്മിച്ച് വെക്കുക. വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത്. വിദൂര വസ്തുക്കളുടെ വിമാനങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ, കപ്പലുകൾ എന്നിവയുടെ കൃത്യമായ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത്. വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം റഡാർ. വിദൂര വസ്തുക്കളുടെ വിമാനങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ, കപ്പലുകൾ എന്നിവയുടെ കൃത്യമായ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത് റഡാർ ആണെന്ന് ഓർമ്മിക്കുക. വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത് റഡാർ ആണെന്ന് ഓർമ്മിക്കുക. റേഡിയോ തരംഗങ്ങൾ അയച്ച് വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന സമയം കണക്കാക്കിയാണ് ദൂരവും സ്ഥാനവും കണ്ടെത്തുന്നത്. റേഡിയോ തരംഗങ്ങൾ അയച്ച് വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന സമയം കണക്കാക്കിയാണ് ദൂരവും സ്ഥാനവും കണ്ടെത്തുന്നത്. വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത് റഡാർ. റേഡിയോ തരംഗങ്ങൾ അയച്ച് വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന സമയം കണക്കാക്കിയാണ് ദൂരവും സ്ഥാനവും കണ്ടെത്തുന്നതെന്ന് ഓർമ്മിക്കുക. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ആൽബർട്ട് എച്ച് ടൈലർ, ലിയോ സി യങ്. ആൽബർട്ട് എച്ച് ടൈലർ, ലിയോ സി യങ്. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ആൽബർട്ട് എച്ച് ടൈലർ, ലിയോ സി യങ്. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആൽബർട്ട് എച്ച് ടൈലർ, ലിയോ സി യങ്. 1922 അമേരിക്ക ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ടൈലറും ലിയോ യങ്ങും ചേർന്നാണ് റഡാറിൻ്റെ അടിസ്ഥാന തത്വം കണ്ടെത്തിയത്. പിന്നീട് 1935 റോബർട്ട് വാട്സൺ വാട്ട് പ്രായോഗികമാക്കി. ഇത് പ്രായോഗികമാക്കി. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആൽബർട്ട് എച്ച് ടൈലറും ലിയോ സി യങ്ങും. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആൽബർട്ട് എച്ച് ടൈലറും ലിയോ സി യങ്ങും. 1922 അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ആൽബർട്ട് ടൈലറും ലിയോ യങ്ങും ചേർന്നാണ് റഡാറിൻ്റെ അടിസ്ഥാന തത്വം കണ്ടെത്തിയത്. 1922 അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ടൈലറും ലിയോ യങ്ങും ചേർന്നാണ് റഡാറിൻ്റെ അടിസ്ഥാന തത്വം കണ്ടെത്തിയത്. പിന്നീട് 1935 റോബർട്ട് വാട്സൺ വാട്ട് ഇത് പ്രായോഗികമാക്കി. റോബർട്ട് വാട്സൺ വാട്ട് ഇത് പ്രായോഗികമാക്കി എന്ന് പഠിക്കുക. റഡാറിൻ്റെ പൂർണ്ണരൂപം ഏത്? റഡാറിൻ്റെ പൂർണ്ണരൂപം ഏത്? ശരിയായ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റഡാറിൻ്റെ പൂർണ്ണരൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. റഡാറിൻ്റെ പൂർണ്ണരൂപം റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ശരിയായ ഉത്തരം റേഡിയോ തരംഗങ്ങൾ. റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ റേഡിയോ തരംഗങ്ങൾ നേരത്തെ പഠിച്ചതാണ്. റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ റേഡിയോ തരംഗങ്ങൾ. റഡാറിൽ സാധാരണയായി മൈക്രോവേവ് മേഖലയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. റഡാറിൽ സാധാരണയായി മൈക്രോവേവ് മേഖലയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. റഡാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ റേഡിയോ തരംഗങ്ങളാണ്. റഡാറിൽ സാധാരണയായി മൈക്രോവേവ് മേഖലയിലുള്ള റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മിക്കുക.
ലേസറിൻ്റെ പൂർണ്ണരൂപം എന്ത്? ലേസറിൻ്റെ പൂർണ്ണരൂപം എന്ത്? ലേസറിൻ്റെ പൂർണ്ണരൂപം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസറിൻ്റെ പൂർണ്ണരൂപം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസറിൻ്റെ പൂർണ്ണരൂപം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് ലേസറിൻ്റെ പൂർണ്ണരൂപം. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മേമാൻ. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മേമാൻ. മുന്നേയുള്ള വീഡിയോയിൽ കണ്ടുപിടുത്തങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, ദയവായി കാണണമെന്ന് അപേക്ഷിക്കുന്നു. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മേമാൻ 1960 ഓർമ്മിക്കുക. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മേമാൻ ആണ് 1960. 1960 മെയ് 16 അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ തിയോഡർ മേമാൻ ആദ്യ പ്രവർത്തനക്ഷമമായി ലേസർ ഓർ റൂബി ലേസർ നിർമ്മിച്ചു. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ മേമാൻ 1960 ഓർമ്മിക്കുക. ലേസർ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ലേസർ എന്ന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഗോൾഡൻ ഗൗൾഡ്. ലേസർ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഗോൾഡൻ ഗൗൾഡ് 1957. ലേസർ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഗോൾഡൻ ഗൗൾഡ്. ലേസർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ഗോൾഡൻ ഗൗൾഡ് ആണ്. ലേസർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗോൾഡൻ ഗൗൾഡ് ആണ് എന്ന് ഓർമ്മിക്കുക. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ പോലെ മുറിക്കാൻ കഴിവുള്ള രശ്മി ഏത്? ശരിയായ ഉത്തരം ലേസർ. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ പോലും മുറിക്കാൻ കഴിയുന്ന രശ്മിയാണ് ലേസർ. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ പോലും മുറിക്കാൻ കഴിവുള്ള രശ്മിയാണ് ലേസർ. ഉയർന്ന ഊർജ്ജ സാന്ദ്രത കാരണം ലേസർ ഉപയോഗിച്ച് വജ്രം പോലുള്ള കടുപ്പമുള്ള വസ്തുക്കളെ പോലും കൃത്യമായി മുറിക്കാൻ സാധിക്കും. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ പോലും മുറിക്കാൻ കഴിവുള്ള രശ്മിയാണ് ലേസർ. ഇന്ത്യയിലെ ആദ്യ ലിഗോ ലബോറട്ടറി സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യ ലിഗോ ലബോറട്ടറി സ്ഥാപിതമായത് എവിടെ? ശരിയായ ഉത്തരം ഹിങ്കോളി, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ലിഗോ ലബോറട്ടറി സ്ഥാപിതമായത് ഹിങ്കോളി അല്ലെങ്കിൽ മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ ലിഗോ ലബോറട്ടറി സ്ഥാപിതമായത് ഹിങ്കോളി, മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യ ലിഗോ ലബോറട്ടറി ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷൻ വേവ് ഒബ്സർവേറ്ററി ആണ് ലിഗോയുടെ ഫുൾ ഫോം. ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ആണ് ലിഗോയുടെ ഫുൾ ഫോം. ഗുരുത്വാകർഷണ തരംഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ നിരീക്ഷണാലയം. ഗുരുത്വാകർഷണങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് ഈ നിരീക്ഷണാലയം എന്ന് ഓർമ്മിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ലിഗോ ലബോറട്ടറി ഹിങ്കോളിയാണ്, മഹാരാഷ്ട്രയിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് 43 ആറ്റോ സെക്കൻഡ് വികസിപ്പിച്ച സ്ഥാപനം ഏത്? ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് 43 ആറ്റോ സെക്കൻഡാണ്. വികസിപ്പിച്ച സ്ഥാപനം ഏത്? ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് 43 ആറ്റോ സെക്കൻഡ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് 43 ആറ്റോ സെക്കൻഡ് വികസിപ്പിച്ച സ്ഥാപനം ETH സൂറിച്ച് ആണ്. ETH സൂറിച്ച് ആണ് വികസിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് വികസിപ്പിച്ച സ്ഥാപനം ETH സൂറിച്ച് ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് വികസിപ്പിച്ച സ്ഥാപനം ETH സൂറിച്ച് ആണെന്ന് ഓർമ്മിക്കുക. ഒരു ആറ്റോ സെക്കൻഡ് 10⁻⁻18 സെക്കൻഡാണ്. ഒരു ആറ്റോ സെക്കൻഡ് എന്നാൽ 10⁻⁻18 സെക്കൻഡാണ്. 43 ആറ്റോ സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ പൾസ് ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ലേസർ പൾസ് ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് 43 ആറ്റോ സെക്കൻഡ് വികസിപ്പിച്ചത് ETH സൂറിച്ച് ആണെന്ന് ഓർമ്മിക്കുക. ETH സൂറിച്ച് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പൾസ് 43 ആറ്റോ സെക്കൻഡ് വികസിപ്പിച്ച സ്ഥാപനം. ഒരു ആറ്റോ സെക്കൻഡ് എന്നാൽ 10⁻⁻18 ആണ്. ഒരു ആറ്റോ സെക്കൻഡ് എന്നാൽ 10⁻⁻18 സെക്കൻഡാണ്. ഒരു ആറ്റോ സെക്കൻഡ് എന്നാൽ 10⁻⁻18 സെക്കൻഡ് ആണ്. 43 ആറ്റോ സെക്കൻഡ് ദൈർഘ്യമുള്ള പൾസാണ് സൃഷ്ടിച്ചതിൽ ഏറ്റവും ചെറുത് എന്ന് ഓർമ്മിക്കുക. മേസറിൻ്റെ പൂർണ്ണരൂപം എന്ത്? മേസറിൻ്റെ പൂർണ്ണരൂപം എന്ത്? ശരിയായ ഉത്തരം മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് മേസറിൻ്റെ പൂർണ്ണരൂപം. മേസറിൻ്റെ പൂർണ്ണരൂപം മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മേസറിൻ്റെ പൂർണ്ണരൂപം മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് മേസറിൻ്റെ പൂർണ്ണരൂപം. ഓർമ്മിക്കുക. മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ശരിയുത്തരം ചാൾസ് H. ടൗൺസ് ആണ്
മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ചാൾസ് എച്ച് ടൗൺസ് ആണ് മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ചാൾസ് എച്ച് ടൗൺസ്. ചാൾസ് എച്ച് ടൗൺസ് ആണ് മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. മേസറിൻ്റെ പൂർണ്ണരൂപം മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് മേസറിൻ്റെ ഫുൾ ഫോം. മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് എച്ച് ടൗൺസ് ആണെന്ന് ഓർമ്മിക്കുക. മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാൾസ് എച്ച് ടൗൺസ് ആണെന്ന് ഓർമ്മിക്കുക. വളരെ പാടാണെങ്കിലും ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാകണം എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് കേട്ട് പഠിക്കുക. ഓക്കെ ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.